നിധി സാധനത്തിന് സ്പോട്ട് ചെയ്തിട്ടുണ്ടേ. പാമ്പേതാ രണ്ടു വയസ്സുള്ള എന്താ പറയാ പടം പൊഴിക്കാനായ ഒരു പ്രത്യേക പാമ്പാണ്. സൈഫിലായിരിക്കുന്നതാണ്. ചേരാണ് നേരത്തെ പോയിട്ട് ഇത്ര അങ്ങനെയാണ് ശരിയാണല്ലേ. പാമ്പ് ചെറുങ്ങനെ ഇങ്ങോട്ട് പോയി ഈ അതിഥിക്കൊരു 1.5 മീറ്റർ നീളവും ഒരു ഈ വണ്ണുണ്ട്. ഇന്നത്തെ അയാൾ തന്നെ വൃത്തിയാക്കി. ഈ വഴി തെച്ചു ഇവനെ കൊണ്ട് വൃത്തിയാക്കിക്കണോ? നിധി ഓടാൻ ബുദ്ധിമുട്ടുള്ളവരോട് മാറിയിക്കാൻ പറയണോ? അത് ചേരയാണ്. അതിന്റെ മൂട്ടിൽ പോയി സംഭവം പുതിയൊരു വഴിത്തിരിയിലേക്ക് തല നോക്കാൻ അതിന്റെ തല ഈ ഭാഗത്തില്ല. പാമ്പിനോട് മാത്രം കളിക്കുക. തലാണ്ടല്ലേ പറയുന്നത്. വട്ടം കറി കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. ചേരയാ ഓനോന്റെ ബൈക്ക് പോയിക്കോട്ടെ. ചേര വിട്ടെ. അത് ചേരയാണ്. ചേരനെല്ലാം കണ്ടില്ല. എന്തിനാ പൊതിക്കുന്നറിയാ? ആ ദൂരം അവർക്ക് കിട്ടാൻ വേണ്ടിട്ടാണ്, കൊത്താൻ വേണ്ടി. ഇത് ഇതില് വരുവാ, യൂട്യൂബില് വരുവേ. ആ വരണം. പിന്നെ ഇത് പിന്നെ ഈ പാമ്പ് പൊന്തിക്ക് പത്തി പൊന്തിക്കുന്ന വെച്ചാൽ എവിടെയാ കിട്ടുന്ന ആടെ കൊത്ത ആ ദൂരത്തിൽ കൊത്താൻ ആളുകൾ പൊന്തിക്കണം. പുതിയ വാവാ സുരേഷിന്റെ ഔട്ട്. ഇല്ല കാര്യമില്ല. ഈ ലൈറ്റ് വരുമ്പോ ഇവിടെ കൊത്തോളൂ. അപ്പൊ പൊന്തിക്കുമ്പോ ഗണേശാട്ടൻ കാരണം ഔട്ടാക്കി ഒറ്റൊരു അറിവില് ഈ ഒരു അറിവ് എന്തായാലും ചേരയാണ്. സ്പോട്ട് ചെയ്ത് പാമ്പിനെ സ്പോട്ട് ചെയ്ത പൊന്നൂസിന് എന്താണ് ഈ നിമിഷത്തിൽ പറയാനുള്ളത്? കണ്ണു കണ്ട് തലയില്ലാത്ത പാമ്പിനാണോ കണ്ടത്? എങ്ങനെ കണ്ടു? അതാ ചോദ്യം. കണ്ട സാഹചര്യം കളിപ്പിക്കുമ്പോ അങ്ങനെ എന്തോ ആണ് അല്ല കണ്ടേ. നിന്നെ കുറ്റം പറയുമ്പോ നിധി കുറ്റം പറയുമ്പോ അങ്ങനെയാ ഐസ്ക്രീം കൊടുക്കാത്ത വിഷമത്തിന് ഇപ്പഴും വന്ന് കഴിയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു തിരിയലിരുന്ന് പറയാൻ പാമ്പുണ്ട് ഇങ്ങനെ പോകുന്നിട്ട് ഞാൻ കൂക്കി വിളിച്ചു പറഞ്ഞു. എങ്ങനെ ഊക്കിയേ? അപ്പൊ പാമ്പിനെ കണ്ടതിൽ എന്തെങ്കിലും പറയാനുണ്ടോ? പാമ്പിനെ കണ്ടതിന് എൻഡോമെന്റ് ഇല്ലേ? എൻഡോമെന്റ് നാളെ അതിന്റെ ഉപ്പിളിപ്പം കഴിക്കോ?